परमानंद स्वरूप शिव भोलानाथ बाबा सुंदर संकट हरणा सुंदर संकट हरणा। ആടുന്നു നീ നിന്റെ ആനന്ദലീല ആടുന്നു നീ നിന്റെ ആനന്ദലീല ഞങ്ങളിൽ നീയൊഴുക്കി ഗംഗാ ഹേ ഭോലേനാഥ ഞങ്ങളിൽ നീയൊഴുക്കി ഗംഗാ സുന്ദര സംകടഹരണ परमानंद स्वरूप शिव भोलानाथ बाबा सुंदर संकट हरणा सुंदर संकट हरणा। പാരിൽ വന്നോതുന്നു ആ ദിവ്യഗീത പാരിൽ വന്നോതുന്നു ആ ദിവ്യഗീത പാടുന്നു ഞങ്ങൾ നിൻ മഹിമ ഹേ ഭോലേനാഥ പാടുന്നു ഞങ്ങൾ നിൻ മഹിമ സുന്ദര സംകടഹരണ കാണുന്നു ഞങ്ങൾ നിൻ ആ ദിവ്യശോഭ കാണുന്നു ഞങ്ങൾ നിൻ ആ ദിവ്യശോഭ കാരുണ്യം അരുളുന്ന നാഥ ഹേ ഭോലേനാഥ കാരുണ്യം അരുളുന്ന നാഥ സുന്ദര സംകടഹരണ परमानंद स्वरूप शिव भोलानाथ बाबा सुंदर संकट हरणा सुंदर संकट हरणा। ആഴി പോലാഴമുള്ള ഹേ ബിന്ദുരൂപ ആഴി പോലാഴമുള്ള ഹേ ബിന്ദുരൂപ ആയിരം നാമങ്ങൾ കുടമാ ഹേ ഭോലേനാഥ ആയിരം നാമങ്ങൾ കുടമാ സുന്ദര സംകടഹരണ
വേദങ്ങൾ വാഴ്ത്തുന്ന ലോകൈകനാഥ, വേദങ്ങൾ വാഴ്ത്തുന്ന ലോകൈകനാഥ, യോഗികൾ മൊഴിയും നിൻ ഗാഥ. ഹേ ഭോലേനാഥ, യോഗികൾ മൊഴിയും നിൻ ഗാഥ. സുന്ദര സങ്കടഹരണ പരമാനന്ദ സ്വരൂപ ശിവ ഭോലാനാഥ ബാബാ, സുന്ദര സങ്കടഹരണ. സുന്ദര സങ്കടഹരണ. ശാന്തി സാഗരമായ ബീജസ്വരൂപ, ശാന്തി സാഗരമായ ബീജസ്വരൂപ, കാന്തിയേഴും കാലഹരണ. ഹേ ഭോലേനാഥ, കാന്തിയേഴും കാലഹരണ. സുന്ദര സങ്കടഹരണ. ബ്രഹ്മാവിനെ രചിച്ച ബ്രഹ്മാണ്ഡനാഥ, ബ്രഹ്മാവിനെ രചിച്ച ബ്രഹ്മാണ്ഡനാഥ, ബ്രഹ്മാകാശത്തിൽ മിന്നും വരദ. ഹേ ഭോലേനാഥ, ബ്രഹ്മാകാശത്തിൽ മിന്നും വരദ. സുന്ദര സങ്കടഹരണ പരമാനന്ദ സ്വരൂപ ശിവ ഭോലാനാഥ ബാബാ, സുന്ദര സങ്കടഹരണ. സുന്ദര സങ്കടഹരണ. പാവനമാക്കുന്ന ഹേ പരമാത്മാ, പാവനമാക്കുന്ന ഹേ പരമാത്മാ, അപരം അപാരം നിൻ മഹിമാ. ഹേ ഭോലേനാഥ, പരം അപാരം നിൻ മഹിമാ. സുന്ദര സങ്കടഹരണ പരമാനന്ദ സ്വരൂപ ശിവ ഭോലാനാഥ ബാബാ, സുന്ദര സങ്കടഹരണ. സുന്ദര സങ്കടഹരണ.
मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। മൂന്ന് 2/2021. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം നമുക്ക് കേൾക്കാം. ബാബ ഇന്ന് പവിത്രതയുടെ മുരളിയാണ്. ബാബയുടെ മിലനിൽ ജനുവരി 30 മിലൻ പവിത്രതയെ പ്രതിയുള്ള മുരളിയായിരുന്നല്ലോ. പവിത്രത ആണ് നമ്മൾ ബ്രാഹ്മണരുടെ ഏറ്റവും വലിയ മഹാനത എന്നല്ലേ പറഞ്ഞ ബാബ. അതിൽ ആ മഹാനത കൈവരിക്കുന്നതിനായി ഏതെല്ലാം കാര്യങ്ങളിൽ പവിത്രത ഉണ്ടായിരിക്കണമെന്ന് ബാബ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കി തന്നു. ഇന്ന് ബാബ പവിത്രതയെക്കുറിച്ച് പറയുമ്പോൾ ബാബയുടെ ആ മുരളിയിലെ ഓരോരോ പോയിൻറ്റുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാനും ചെക്ക് ചെയ്യാനും പവിത്രത എന്ന മഹാനത കൈവരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി റിയാലിറ്റിയുള്ള റോയൽ പേഴ്സണാലിറ്റിയാക്കി മാറ്റാൻ, അതിലൂടെ നമുക്ക് റോയൽ ഫാമിലിയിലേക്ക് പോകാൻ, അതിനെക്കുറിച്ചാണ് ബാബ ഇന്ന് നമുക്ക് ആജ്ഞ നൽകുന്നത്. ബാബ പറയണേ, മീഠേ ബच्चे सबको यही पैगाम दो कि बाप का फरमान है, इस पुरुषोत्तम संगम युग पर पवित्र बनो तो सतयुग का वर्षा मिल जाएगा. മധുരമായ കുട്ടികളെ, സർവർക്കും ഈ സന്ദേശം നൽകൂ.
സർവർക്കും ഈ സന്ദേശം നൽകൂ. ബാബയുടെ ആജ്ഞയാണ് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പവിത്രമായി മാറൂ എങ്കിൽ സത്യുഗ സമ്പത്ത് കിട്ടും. പുരുഷോത്തമ സംഗമത്തിൽ പവിത്രമായി മാറുകയാണെങ്കിൽ സത്യുഗി സ്വത്ത് കിട്ടും. ചോദ്യം: കോൺസാ സസ്താ സൗദ സബ്കോ ബത്ലാവോ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ലാഭകരമായ ബിസിനസ് ഏതാണ്? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ലാഭകരമായ ബിസിനസ് ഏതാണ്? ഏത് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം? ഏറ്റവും ലാഭമുള്ള ബിസിനസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവ്, ലാഭം വളരെ കൂടുതൽ. അതേത് വ്യാപാരമാണ് ചോദിക്കുക ബാബ. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ നേട്ടം ഏതാ? उत्तरम बाबेडे इस अंतिम जन्म में बाप के डायरेक्शन पर चल पवित्र बनो तो 21 जन्मों के लिए विश्व की बादशाही मिल जाएगी. ഈ അന്തിമ ജന്മത്തിൽ ബാബയുടെ നിർദ്ദേശപ്രകാരം ജീവിച്ച് പവിത്രമാക്കും. ഈ അന്തിമ ജന്മത്തിൽ ബാബയുടെ നിർദ്ദേശപ്രകാരം ജീവിച്ച് പവിത്രമാക്കൂ എങ്കിൽ 21 ജന്മത്തേക്ക് വിശ്വത്തിലെ ചക്രവർത്തി പദവി കിട്ടും. ഇത് വളരെ ലാഭമുള്ള ബിസിനസ്സാണ്. വളരെ ചെലവ് കുറഞ്ഞ ബിസിനസ്സാണ് അല്ലേ? ചെലവ് വളരെ കുറവ്, ലാഭം വളരെ കൂടുതൽ. എന്താ ഇൻവെസ്റ്റ് ചെയ്യണ്ടു? ഒരു ജന്മം പവിത്രമായിട്ട് ജീവിക്കുക, പരമാത്മ ഡയറക്ഷൻ അനുസരിച്ച് ജീവിക്കുക. പകരം 21 ജന്മത്തേക്ക് അല്ലേ ചക്രവർത്തിയാക്കാം. ചക്രവർത്തി അർത്ഥം എന്താ? ഉയർന്ന പദവിയും അല്ലേ സർവസമ്പത്തും. സത്യുഗി ചക്രവർത്തി ചിത്രം ബാബ ആരുടെ കാണിച്ചു തരുന്നത്? ശ്രീലക്ഷ്മി ശ്രീനാരായണൻ്റെ. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ആരോഗ്യവും അല്ലെ നീണ്ട ആയുസ്സും സമ്പൽ സമൃദ്ധിയും സദ്ബുദ്ധിയും സജ്ജനങ്ങളും ബന്ധുക്കളും എല്ലാം നിറഞ്ഞ ജീവിതം അല്ലേ? ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഈ ഒരു ജന്മം BK ജീവിതത്തിൽ ബ്രഹ്മകുമാർ കുമാരി ആയതിനു ശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുക, പവിത്രമായി മാറുക. യഹി സൗദാ കർണ തും സബ്കോ സിഖ്ലാവോ. ഈ ചെലവ് കുറഞ്ഞ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കും. ഈ ചെലവ് കുറഞ്ഞ ബിസിനസ് ചെയ്യാൻ നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കും. ബോലോ അബ് ശിവബാബ കോ യാദ് കർ. പറയൂ, ഇപ്പോൾ ശിവബാബയെ ഓർമ്മിച്ച് പവിത്രമാകൂ എങ്കിൽ പവിത്ര ലോകത്തെ യജമാനനാകാം. ശിവബാബയെ ഓർമ്മിച്ച് പവിത്രമാകൂ. ആത്മാവ് ശുദ്ധായാൽ എന്താ പറഞ്ഞേ? പവിത്ര ലോകത്തിൻ്റെ യജമാനനാകാം. ആത്മാവിൽ പ്യൂരിറ്റി വരുമ്പോൾ എന്തായി? നമുക്ക് ആത്മാവിന് ഈ ശരീരമാകുന്ന രാജ്യത്തിലിരിക്കുക തന്നെ സ്വരാജ്യാധികാരിയാക്കാം. കർമ്മേന്ദ്രിയങ്ങളുടെ യജമാനനാക്കാം. കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം വരുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വന്നു ചേരും. ഭാവിയിലേക്ക് ഈ സംസ്കാരം നമ്മുടെ കൂടെ വരും. അത് നമ്മളെ റോയൽ ഫാമിലിയിലേക്ക്, റോയൽ കുലത്തിലേക്ക്, എല്ലാ ജന്മങ്ങളിലേക്കും ആത്മാവിലൊരു റോയൽ സംസ്കാരത്തിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കും. പവിത്രാക്കുകയാണെങ്കിൽ പ്യൂരിറ്റിയുടെ ബലത്തിലൂടെ എന്തൊക്കെ പ്രാപ്തികളുണ്ടാകുമെന്ന് പറയണം ബാബ. ബാബ 30-ാം തീയതിയിലത്തെ മുരളിയിലത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പവിത്രമാകുമ്പോൾ എന്താ പറഞ്ഞ ബാബ? പവിത്രതയുടെ ലാഭം എന്തൊക്കെയാണ് പറഞ്ഞേ?
പവിത്ര ആത്മാക്കൾക്ക് ആശീർവാദത്തിൻ്റെ ഫലവും ബലവും കിട്ടും. പവിത്ര ആത്മാക്കൾക്ക് കിട്ടുന്ന ആശീർവാദം എന്താ? അവരവർക്ക് ആശീർവാദം കൊടുക്കും. ബാബയ്ക്ക് ഡിയറസ്റ്റും നിയറസ്റ്റുമായി ഭഗവാനിൽ നിന്ന് ആശീർവാദം നേടും. അടുത്തെന്താ പറഞ്ഞ ബാബ? സർവാത്മാക്കളിൽ നിന്നും ആശീർവാദം നേടും, സർവർക്കും സന്തോഷം കൊടുത്തിട്ട്. അതാണ് ഫലം, പവിത്രതയുടെ ഫലം. പവിത്രതയിലൂടെ കിട്ടണ ബലം, ആശീർവാദത്തിൻ്റെ ബലം എന്നാ പറഞ്ഞ ബാബ. പവിത്രതയുടെ ഫലം എന്താ പറഞ്ഞത് ബാബ? പവിത്രതയുടെ ഫലമാണ് അതീന്ദ്രിയ സുഖം. ഇന്ദ്രിയങ്ങൾക്കതീതമായ സുഖത്തിൻ്റെ അനുഭവം പവിത്രാത്മാവിനുണ്ടാവും. അതാണ് പവിത്രതയുടെ ഫലം. ആശീർവാദം 3 തരത്തിലുള്ള, അതാണ് പവിത്രതയുടെ ബലം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കണം, ഈ ഫലവും ബലവും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ എത്രത്തോളം രാവിലെ മുതൽ ഞാൻ ആശീർവാദം കൊടുക്കുന്നുണ്ട്, സർവർക്കും സന്തോഷം കൊടുത്ത് എത്ര ആശീർവാദം വാങ്ങുന്നുണ്ട്, ഭഗവാന് ഞാൻ എത്രത്തോളം പ്രിയപ്പെട്ട, എനിക്ക് ബാബയുമായിട്ട് എത്ര അടുപ്പവും എത്ര സ്നേഹവും ഉണ്ട്, അത്രത്തോളം ഭഗവാനിൽ നിന്നും ആശീർവാദം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അമൃത് വേള മുതൽ നമ്മൾ നോക്കണം, എത്രത്തോളം എനിക്ക് ഒരു നിമിഷം ഭഗവാന്റെ ഓർമ്മയിലിരിക്കുകയാണെങ്കിലും ഇന്ദ്രിയങ്ങൾക്കതീതമായ സുഖം എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ട്. മെഡിറ്റേഷനിലിരിക്കുകയാണെങ്കിലും അല്ലാത്ത മുഴുവൻ ദിവസത്തെ കർമ്മയോഗി ജീവിതത്തിലും ഇന്ദ്രിയങ്ങൾക്കതീതമായ സുഖാനുഭൂതിയിലാണല്ലോ എൻ്റെ ജീവിതം മുന്നോട്ട് പോണേ. ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോണില്ലല്ലോ. കാരണം അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്ന ആത്മാവാണെങ്കിൽ പിന്നെ വസ്തു, വ്യക്തി, വൈഭവം ഒന്നിൻ്റെ ആകർഷണത്തിലേക്ക് പോവില്ല. സൺഡേ മുരളിയിൽ ബാബ അതല്ലേ പറഞ്ഞേ, 4 തരത്തിലുള്ള ആകർഷണങ്ങളിൽ നിന്നും നിർമോഹി. ओम शांति। रूहानी बच्चे जानते हैं, रूहानी बाप समझाते हैं कि प्रदर्शनी व मेला में शो दिखलाते हैं या चित्रों पर मनुष्यों को समझाते हैं कि बाप से अब बेहद का वर्षा लेना है. ആത്മീയ കുട്ടികൾക്ക് അറിയാമല്ലോ, ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. എക്സിബിഷനുകളും വലിയ മേളകൾ, പ്രോഗ്രാമുകളൊക്കെ വയ്ക്കുന്ന സമയത്ത് ചിത്രങ്ങളിലൂടെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, ബാബയിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. എന്താ പരിധിയില്ലാത്ത സമ്പത്ത്? മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറാൻ. പരിധിയില്ലാത്ത അച്ഛനിലൂടെ അരക്കൽപ്പത്തിലേക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടണം. ഇതാണ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ബാബ് സൗദാഗർ തു ഹേഹി, ബാബ ഏറ്റവും വലിയ വ്യാപാരിയാണ്, ആണല്ലോ ബാബയുടെ ഇന്നത്തെ മഹിമ. ബാബ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ്. ഉൻസേ സൗദ കർണ, ഭഗവാനുമായി ബിസിനസ് ചെയ്യണം. ആരോടൊപ്പം? ഈശ്വരനോടൊപ്പം ബിസിനസ് ചെയ്യാൻ അറിയണം. ഇത് ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് കിട്ടിയ സൗഭാഗ്യശാലി കുട്ടികൾക്ക്, അപൂർവം കുട്ടികൾക്ക്. ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ? പ്രസിഡൻറ്റുമാരുമായിട്ട് കണക്ഷനുള്ളവരുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് കണക്ഷനുള്ളവരുണ്ട്, ഇന്ന് നിലനിൽക്കുന്ന രാജ്യ ഫാമിലിയുമായി കണക്ഷനുള്ളവരുണ്ട്, വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, ബിസിനസ്സുകാർക്കും കൂടി ഇടപാടുണ്ട്. ഇപ്പം നമ്മൾ മക്കൾ ആരുമായിട്ടാണ് ബിസിനസ് ചെയ്യണേ? നമ്മുടെ ഇടപാടുകൾ ആരോടൊപ്പമാണ്? ഭഗവാനോടൊപ്പം ഇടപാട് നടത്തുക, വ്യാപാരം നടത്തുക. ഏതോ ജാനത്തെ ഹേ कि देवी देवताएं पवित्र रहते हैं. അറിയാമല്ലോ, ദേവീ ദേവതകൾ പവിത്രമായി ഈ ഭാരതഭൂമിയിൽ ജീവിച്ചവരാണ് അല്ലേ? ആ കാലഘട്ടത്തെയാണ് സത്യയുഗം എന്ന് വിളിച്ചിരുന്നത്. സത്യധർമ്മത്തിൽ അല്ലേ എല്ലാവരും ജീവിച്ചിരുന്ന സമയം. कोई प्राप्ति की होगी स्वर्ग के लिए. അപ്പോൾ അവർ സത്യത്രേതയുഗത്തിൽ ആരാ ജീവിച്ചിരുന്നത്? ദൈവീകതയോടെ ജീവിച്ചിരുന്ന അവർ എന്തെങ്കിലും പ്രാപ്തി നേടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവർ സ്വർഗത്തിൽ വന്നത്. സ്വർഗസ്ഥാപന ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ പ്രാപ്തി ഉണ്ടാക്കിത്തരാൻ കഴിയില്ല.
പതീത പാവനനായ ബാബ തന്നെയാണ് പതിതരെ പാവനമാക്കി മാറ്റി പാവന ലോകത്തിൻ്റെ രാജ്യഭാഗ്യം നൽകുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത്. സൗദ കിത്തന സസ്ത ദേത്തെ, എത്ര ചെലവ് കുറഞ്ഞ ബിസിനസ്സാണ് അല്ലേ? ഭഗവാനുമായിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. എന്താ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്? ആലോചിച്ച് നോക്കൂ. ബാബയുടെ അടുത്ത് ബിസിനസ് ചെയ്യാൻ ബാബയ്ക്ക് നമ്മൾ എത്ര പൈസ കൊടുത്തു? ഒരു ചില്ലിക്കാശിൻ്റെ പോലും ചിലവില്ലാതല്ലേ ഈശ്വരനായിട്ടുള്ള ബിസിനസ് നമ്മൾ ആരംഭിച്ചത്. ബാബ എന്താ പറയണ? കേവലം 1 മണിക്കൂർ എങ്കിലും നിങ്ങൾ എൻ്റെ അടുത്തിരുന്ന് പഠിക്കൂ. ആ 1 മണിക്കൂർ സമയം പഠിക്കാനിരുന്നാൽ അതിലൂടെ തന്നെ നമുക്ക് എത്ര പ്രാപ്തി കിട്ടി. ബാബയുടെ മുരളി പഠിക്കണം. പിന്നെയോ നമ്മൾ നമ്മുടെ മേലെ അറ്റൻഷൻ വയ്ക്കണം, ശ്രദ്ധ വയ്ക്കണം. അതേ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ. അഭ്യാസങ്ങൾ, ബാബ പറയുന്ന പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യണം അല്ലേ? എത്ര ചിലവ് കുറഞ്ഞ ബിസിനസ്സാണ്. സിർഫ് കേത്തെ തുമാരെ അന്തിം ജനം ഹേ. കേവലം പറയുകയാണ് ഭഗവാൻ, മക്കളെ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ജബ് തക് മേ ഹാഹും പവിത്ര ബനു, ഞാനിവിടെ ഉള്ളിടത്തോളം, നിങ്ങളെ പഠിപ്പിക്കുന്നിടത്തോളം നിങ്ങൾ പവിത്രമായി മാറൂ. ഞാൻ വന്നിരിക്കുന്നതേ നിങ്ങളെ പവിത്രമാക്കി മാറ്റാനാണ്. അന്തിം ജനമേ പാവൻ ബന്നേ കാ പുരുഷാരത് കരേങ്കെ തോ, ഈ അവസാന ജന്മത്തിൽ പവിത്രമായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ആര് ചെയ്യുന്നുവോ അവർക്ക് പാവന ലോകത്തിൻ്റെ സമ്പത്ത് കിട്ടും. സൗദ തോ ബഡാ സസ്താ ഹെ. ഈ വ്യാപാരം വളരെ ചെലവ് കുറഞ്ഞതാണ്. ബാബ്ക്കോ വിചാറായ, ബാബയ്ക്ക് ഇന്ന് സങ്കല്പം വന്നു, മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബയുടെ ആജ്ഞയാണ് പവിത്രമായി മാറൂ. ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ്, പവിത്രമാകുന്നതിനുള്ള യുഗമാണ്. ഉത്തമത്തിലും ഉത്തമ പുരുഷന്മാർ ദേവതകൾ തന്നെയാണ്. ലക്ഷ്മി നാരായണൻ്റെ രാജ്യമാണല്ലോ നടന്നിരുന്നത് ഇവിടെ. ദൈവിക സ്വരാജ്യം ബാബ നിങ്ങൾക്ക് സമ്പത്തായി തന്നതാണ്. സ്വത്തിൻ്റെ രൂപത്തിൽ കിട്ടിയതാണ് ദൈവിക രാജ്യം. ബാബ് കി മത് പർ, അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ജീവിച്ച് ഈ അന്തിമ ജന്മം പവിത്രമായി മാറുകയാണെങ്കിൽ എ ബി യുക്തി ബദലാത്തെ ഹെ, ഇതും ബാബ യുക്തിയാണ് പറഞ്ഞു തരുന്നത്. ഈ അവസാന ജന്മം പവിത്രമായി ജീവിക്കുകയാണെങ്കിൽ യോഗബലത്തിലൂടെ തമോ പ്രധാനത്തിൽ നിന്ന് സ്വയത്തെ സദോ പ്രധാനമാക്കി എങ്ങനെ മാറ്റാം, ഈ യുക്തി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമാക്കാനുള്ള യുക്തിയാണ് ഈ അവസാന ജന്മം പവിത്രമായി ജീവിക്കും. ബച്ചോं को कल्याण के लिए खर्चा तो करना ही है. മക്കൾക്ക് ബാബ പറയണേ, നിങ്ങൾക്ക് നിങ്ങളുടെ മംഗളത്തിന് വേണ്ടി, ഈശ്വരീയ സേവനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക തന്നെ വേണം. മംഗളത്തിനായി ചെലവാക്കുക തന്നെ വേണം. ചെലവാക്കാതെ രാജധാനിയുടെ സ്ഥാപനം നടക്കില്ലല്ലോ. വിശ്വമംഗളകാര്യം നടക്കണമെങ്കിൽ ചെലവുണ്ട്. ഭഗവത് സേവ എന്തെല്ലാമാണ് യജ്ഞത്തിൽ നടക്കണേ അല്ലേ? അപ്പോൾ യജ്ഞസേവാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാബ പറയണേ അതിലൂടെ നടക്കുന്നത് എന്താണ്? എന്ത് യജ്ഞസേവനം ചെയ്താലും അതിലൂടെ നമ്മൾ പറയും, ഞാൻ ബാബയ്ക്ക് ഇത്ര സേവ ചെയ്തു, യജ്ഞത്തിൽ ഞാൻ ഇന്ന സേവനം ചെയ്തു എന്നൊരു പക്ഷേ നമുക്ക് തോന്നും. പക്ഷേ യജ്ഞത്തിലേക്കോ ബാബയ്ക്കോ അല്ലല്ലോ. എന്ത് സേവ നമ്മൾ ചെയ്താലും അത് ശരീരം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും ധനം കൊണ്ടാണെങ്കിലും നമ്മുടെ സമയം ഭഗവത് സേവയ്ക്ക് കൊടുത്താലും ബുദ്ധിയെ ഭഗവത് സേവയ്ക്ക് ഉപയോഗിച്ചാലും എന്താ നടക്കണേ?
സ്വമംഗളമാണ്. മംഗളത്തിനായി തീർച്ചയായും ചിലവാക്കുക തന്നെ വേണമല്ലോ. ലക്ഷ്മി നാരായണൻ്റെ രാജധാനി സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് തീർച്ചയായും പവിത്രമായി മാറുക തന്നെ വേണം. മനസ വാച കർമ്മണ, തലകീഴായ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. देवताओं को कभी कोई खराब ഖയാലത് भी नहीं आता. ദേവതകൾക്ക് ഒരിക്കലും ഒരു മോശമായ വിചാരവും വരിക പോലുമില്ല. ദേവതകളായിരിക്കുമ്പോൾ ഒരു മോശ വിചാരവും വരില്ല. വായിൽ നിന്ന് ഒരു മോശമായ വാക്കുകളും വരില്ല. പവിത്രതയെക്കുറിച്ച് പറയാ ബാബ. മോശ വിചാരം ഉണ്ടാവില്ല, വായിൽ നിന്ന് ഒരു മോശമായ വാക്കും വരില്ല. കാരണം സർവഗുണ സമ്പന്നരാണ്, സമ്പൂർണ്ണ നിർവികാരികളാണ്, മര്യാദ പുരുഷോത്തമരാണ്. जो होकर जाते हैं, ഈ മഹിമകളോടെ ജീവിച്ചിരുന്നവരെയാണ് ദേവതകളെന്ന് വിളിക്കുന്നത്. അബത്തും ബച്ചോങ്കോ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ മക്കൾക്ക് ആ ദേവീ ദേവതകളാക്കി നിങ്ങളെ മാറ്റാനാണ് ബാബ വന്നിരിക്കുന്നത്. അപ്പോൾ പവിത്രാകുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞത് ബാബ? സർവഗുണ സമ്പന്നരാകണം. വിചാരത്തിൽ പോലും ഒരു അപവിത്രത ഉണ്ടാകരുത്. വാക്കുകളിലൊരു മോശം വാക്ക് ഉപയോഗിക്കരുത്. പിന്നെയോ സമ്പൂർണ്ണ നിർവികാരി. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും അല്ലേ പൂർണ്ണതയോടെ. 16 കല മീൻസ് പെർഫെക്റ്റായിട്ട്, പെർഫെക്ഷനിൽ കാര്യങ്ങൾ ചെയ്യണം. എല്ലാ മര്യാദകളും പാലിക്കണം. എവിടെ ജീവിക്കുകയാണെങ്കിലും മര്യാദകൾക്കുള്ളിൽ, ഈശ്വരീയ മര്യാദകൾ അല്ലേ, കുലമര്യാദകൾ, ബ്രാഹ്മണ കുല മര്യാദകൾ പാലിച്ച് ജീവിക്കണം. മനസ വാച കർമ്മണ, ഒരു മോശകർമ്മവും ചെയ്യരുത്. ദേവതകൾ സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. ഈ ഗുണം ഇപ്പോൾ നിങ്ങൾ ധാരണ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മൃത്യു ലോകത്തിലെത്തും നിങ്ങളുടേത്. ഇത് അന്തിമ ജന്മമാണ്. പതിത് ദുനിയാക്കോ മൃത്യുലോക്, പതീത ലോകത്തെയാണ് മൃത്യുലോകം എന്ന് പറയുന്നത്. പാവനലോകം, അമരലോകം. ഇപ്പോൾ മൃത്യുലോകം ഇല്ലാതാകാൻ പോകുകയാണ്. അപ്പോൾ തീർച്ചയായും അമരപുരിയുടെ സ്ഥാപന നടക്കും. അതേ മഹാഭാരത യുദ്ധം ശാസ്ത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് പോലെ പഴയ ലോകത്തിൻ്റെ സർവനാശത്തിന് കാരണമാകും. ഈ ജ്ഞാനം ആരിലും തന്നെ ഇല്ല. ബാബ കേത്തെ സബ് അജ്ഞാൻ നീന്തമേ സോയപ്പെടേ. ബാബ പറയുകയാണ്, മക്കളെ എല്ലാവരും അജ്ഞാന നിദ്രയിലാണ്, ഉറങ്ങുകയാണ്. അജ്ഞാന നിദ്രയിൽ ഉറങ്ങുകയാണ്. 5 വികാരങ്ങളുടെ ലഹരിയിലാണ് ഉറക്കം. അപ്പോഴാണ് ബാബ വന്നിട്ട് എന്ത് പറയണേ? മക്കളെ പവിത്രമായി മാറൂ. മാസ്റ്റർ ഗോഡ് തോ ബനേങ്കേന. അടുത്ത സമ്മാനം എന്ന് എന്താ തരണേ? മാസ്റ്റർ ഗോഡാകില്ലേ? ആര്? മാസ്റ്റർ ഗോഡ്. കുട്ടി ദൈവങ്ങളല്ലേ ചോദിക്കുക ബാബ. ബാബ ദൈവമാണ്, നമ്മളാരാ? കുട്ടി ദൈവം, ദൈവത്തിൻ്റെ കുട്ടികൾ. അതുകൊണ്ടാണ് എന്ത് പേര് കിട്ടിയത്? ദേവത. ദേവൻ ദേവി എന്ന് വിളിക്കാൻ കാരണം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്. ദൈവത്തെ പോലെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് ദേവൻ ദേവി. അതാണ് മാസ്റ്റർ ഗോഡ്. അതിനാണ് സംഗമയുഗത്തിൽ ബാബ മറ്റൊരു പേരെന്താ പറയുക? ബാബ് സമാൻ, അച്ഛനെ പോലെ, മാസ്റ്റർ ഗോഡ്. ഇന്ന് മുഴുവൻ ഈ സമാനത്തിൻ്റെ ലഹരിയിലിരിക്കണം. മാസ്റ്റർ ഗോഡാണെങ്കിൽ ദൈവത്തിൻ്റെ കുട്ടി, കുട്ടി ദൈവമാണ് ഞാനെങ്കിൽ, ദൈവത്തിൻ്റെ കുട്ടിയാണ് ഞാനെങ്കിൽ എൻ്റെ വിചാരം ബാബയ്ക്ക് സമാനമായിരിക്കണം. വിചാരം ദൈവം എങ്ങനെയാണ് എല്ലാവരെക്കുറിച്ചും ചിന്തിക്കണേ? ബാബയുടെ കണ്ണിൽ എന്നെ എങ്ങനെയാണ് കാണുന്നത്, എല്ലാവരെയും എങ്ങനെയാണ് കാണണേ? അതേപോലെ ഞാൻ എല്ലാവരെയും കാണണം. ബാബ എന്നോട് എങ്ങനെ സംസാരിക്കണം? ബാബയുടെ ഭാഷ മുരളിയിലൂടെ നമുക്കറിയണുണ്ട്. ഈശ്വരൻ്റെ ഭാഷ എന്താ? ദൈവം എങ്ങനെ സംസാരിക്കണം? അതേപോലെ ഇരിക്കണം ഇന്ന് മുഴുവൻ ദിവസവും നമ്മളെല്ലാവരോടും സംസാരിക്കേണ്ടത് അല്ലേ? ദൈവത്തിൻ്റെ കർത്തവ്യം എന്താ? കർത്തവ്യം
വിശ്വമംഗളകാരി, പരോപകാരി. അതേപോലെ ഇന്ന് മുഴുവൻ ദിവസവും ലക്ഷ്യം വെക്കണം, എല്ലാവർക്കും മനസ്സ വാച കർമ്മണ എനിക്ക് മംഗളം ചെയ്യണം. അപ്പോഴേ ആരാകുള്ളൂ? മാസ്റ്റർ ഗോഡ്. ബാബയുടെ സീറ്റിലിരുന്ന് വേണം ഇന്ന് നമുക്കെല്ലാം ചെയ്യാൻ. ബാബ ഇന്ന് അതാണ് സമ്മാനം തന്നിരിക്കുന്നത്. മാസ്റ്റർ ഗോഡായി മാറില്ലേ? ലക്ഷ്മി നാരായണനെ ഗോഡ് ഗോഡസസ് എന്ന് വിളിക്കാറുണ്ട്. അർത്ഥം ദൈവത്തിലൂടെ ഈ സമ്പത്ത് നേടിയവരാണ്. ഭാരതം ഇപ്പോൾ പതിതമായി, മനസ്സ വാച കർമ്മണ. അതുകൊണ്ടാണ് പതിത കർത്തവ്യങ്ങൾ മനുഷ്യർ ചെയ്യണേ. കൊയ് ബി ബാത് പെഹലെ, ഏത് കാര്യവും ആദ്യം ബുദ്ധിയിലാണ് വരുന്നത്, പിന്നീട് വായിൽ കൂടി വാക്കുകളാകുന്നു. കർമ്മണ വരുമ്പോൾ, കർമ്മേന്ദ്രിയത്തിലൂടെ അത് ചെയ്യുമ്പോൾ, കർമ്മമാക്കുമ്പോൾ വികർമ്മത്തിലേക്ക് വരും. ബാബ പറയാണ്, മക്കളെ അവിടെ ഒരു വികർമ്മവും ഉണ്ടാക്കുകയില്ല. എവിടെ? പവിത്ര ലോകത്തിൽ. ഇവിടെ വികർമ്മങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇത് രാവണ രാജ്യമാണ്. അബ് ബാബ് കേത്തെ, ഇപ്പോൾ അച്ഛൻ പറയുകയാണ്, ബാക്കി ജോ ആയു ഹേ, അവശേഷിച്ചിരിക്കുന്ന ആയുഷ്കാലം മുഴുവൻ, എത്ര ആയുസ് ബാക്കിയുണ്ടോ പവിത്രമായി ജീവിക്കൂ മക്കളെ. പ്രതിജ്ഞ ചെയ്യണം, പവിത്രമായി ഞാൻ ജീവിക്കും. പിന്നെയോ ശിവബാബയിൽ ബുദ്ധിയോഗം വയ്ക്കണം. ബാബനെ ഇത് പ്രതിജ്ഞ ചെയ്യൂ, പവിത്രമായി ജീവിച്ച് എന്നിൽ ബുദ്ധിയോഗം വയ്ക്കണം. ഇതിലൂടെ നിങ്ങളുടെ ജന്മാന്തര പാപം ഇല്ലാണ്ടാകും. 21 ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ യജമാനന്മാരാകും. അല്ലേ? എത്ര ശ്രേഷ്ഠ ഓഫറാണ് തന്നിരിക്കണം ബാബ. ഈ അന്തിമ ജന്മം പവിത്രമായി ജീവിച്ച് ബാബയിൽ ബുദ്ധിയോഗം വെച്ചാൽ ജന്മാന്തര പാപം ഇല്ലാണ്ടാകും. 21 ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ യജമാനന്മാരെ പോലെ നിറഞ്ഞ ജീവിതം ജീവിക്കാം. ഇത് ബാബയുടെ ഓഫറാണ്. ആരുടെ വാഗ്ദാന? ശിവബാബയുടെ ഓഫറാണ്. ഏതോ സംജാത്തെ രഹത്തെ ഹേ, ഇത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലോ ബ്രഹ്മബാബയിലൂടെ. ശിവബാബ സമ്പത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശിവബാബ, മറ്റൊന്ന് ബ്രഹ്മബാബ. രണ്ടുപേരും ചേരുമ്പോൾ ബാബ് ദാദ. എത്ര ലാഭമേറിയ ബിസിനസ്സാണ് ബാബ് ദാദ പഠിപ്പിക്കുന്നത്. മൃത്യു ലോകത്തിൻ്റെ നാശവും തൊട്ട് മുന്നിലുണ്ട്. അമരലോകത്തിൻ്റെ സ്ഥാപനയും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രദർശനികളും വലിയ പ്രോഗ്രാമുകളും എല്ലാം നടക്കുന്നത് ഭാരതവാസികളുടെ മംഗളത്തിനായിട്ടാണ്. ബാബ തന്നെ ഭാരതത്തിൽ വന്ന് രാമരാജ്യ സ്ഥാപന നടത്തിക്കുകയാണ്. രാമരാജ്യമേ ജറൂർ പവിത്ര ഹി ഹോങ്കെ. രാമരാജ്യത്തിലെ എല്ലാ മക്കളും തീർച്ചയായും പവിത്രരായിരിക്കും. ബാബ കേത്തെ ബച്ചേ കാം മഹാശത്രു ഹേ. ബാബ പറയാണ്, മക്കളെ കാമം മഹാശത്രുവാണ്. 5 വികാരങ്ങളെയാണ് മായ എന്ന് വിളിക്കുന്നത്. ഇതിനെ ജയിച്ചാൽ നിങ്ങൾ വിജയികളായി ജീവിതത്തിൽ. അതുകൊണ്ടാണ് ദേവതകളെ ജഗജ്ജീത് എന്ന് പറയുന്നത്. അർത്ഥം പവിത്രമായവർ, 5 വികാരങ്ങളെ ജയിച്ചവർ. ബാബനെ സംജായ ഥാ, ബാബ മനസ്സിലാക്കി തന്നിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരെല്ലാം, ലോകം മുഴുവനുള്ള ക്രിസ്ത്യൻ ധർമ്മത്തിലെ ആത്മാക്കൾ ഒരുമിച്ച് ചേർന്നിരുന്നെങ്കിൽ മുഴുവൻ ലോകവും അവരുടെ ഭരണാധികാരത്തിലേക്ക് വന്നിട്ടുണ്ടാകും. പക്ഷേ ഇത് നിയമമല്ല അവരൊരുമിക്കുമെന്ന്. ये बॉम्ब्स है ही पुरानी दुनिया को ख़त्म करने के लिए. ഈ ബോംബുകളൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പഴയ ലോകത്തെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൽപ്പകൽപ്പം ഇപ്രകാരം പുതിയത് പഴയതായിട്ട് മാറും. പഴയത് വീണ്ടും എന്ത് ചെയ്യും? പുതിയതാകും. ഇത് കൽപ്പകൽപ്പത്തെ നിയമമാണ്. नई दुनिया में ईश्वरीय राज्य जिसको रामराज्य कहा जाता है. പുതിയ ലോകത്തിൽ
പുതിയ ലോകത്തിൻ്റെ പേരാണ് ഈശ്വരീയ രാജ്യം. ഇതിനെ രാമരാജ്യം എന്ന് വിളിക്കുന്നു. ഈശ്വർ को न जानने के कारण, ഈശ്വരനെ അറിയാത്തത് കാരണം राम राम ജപിക്കാറുണ്ട്. तो तुम बच्चों के अंदर में ये बातें धारण होनी चाहिए. നിങ്ങൾ എൻ്റെ മക്കളുടെ ഉള്ളിൽ ഈ കാര്യങ്ങളുടെ ധാരണ ഉണ്ടായിരിക്കണം. बरोबर हम 84 जन्मों में सदो प्रधान से तमो प्रधान बने. 84 ജന്മങ്ങളിലൂടെ സദോ പ്രധാനമായിരുന്ന നമ്മൾ തമോ പ്രധാനമായി മാറി. अब फिर सदो प्रधान जरूर बनना है. ഇപ്പോൾ വീണ്ടും തീർച്ചയായും സദോ പ്രധാനമായി മാറണം. ശിവ ബാബയുടെ ഡയറക്ഷനാണ്. ആരുടെ ഡയറക്ഷനാണ്? ശിവബാബയുടെ. അതനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ 21 ജന്മത്തേക്ക് പവിത്ര ലോകത്തിൽ, 21 ജന്മവും പവിത്ര ലോകത്തിൽ പവിത്ര ജന്മങ്ങൾ ഉയർന്ന കുലത്തിലായിരിക്കും. എല്ലാം ഉയർന്നതായിരിക്കും. ഉയർന്ന പദവി പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം ഉയർന്നത് കിട്ടും. ഉയർന്ന പദവി ഇരിക്കുന്നവർക്കെല്ലാം ഉയർന്നതല്ലേ? ഇരിക്കുന്ന ഓഫീസ് ഏറ്റവും ഉയർന്നത്, ഫർണിച്ചേഴ്സും ഫസ്റ്റ് ക്ലാസ്, ശമ്പളവും ഉയർന്നത്, സ്റ്റാറ്റസും ഉയർന്നത്, എല്ലാം ഉയർന്നതായതുകൊണ്ട് ടോട്ടൽ ജീവിത നിലവാരം അല്ലേ ഉയർന്നവർ. അപ്പോൾ ഉയർന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്പോൾ എല്ലാത്തിലും നിറവ്. അതിനെയാണ് ബാബ ഉയർന്ന പദവി പറയണത്. നല്ല ആരോഗ്യം അല്ലേ, നിറഞ്ഞ സമ്പത്ത്, നല്ല ബന്ധുമിത്രാദികൾ, എല്ലാം നല്ലത്. अब चाहे പുരുഷാരത്ത് കരേ യാ ന കരേ, ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തോ ചെയ്തില്ലയോ, ചാഹെ യാദ്മേര് ഓർമ്മയിലിരുന്ന് മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കോ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ബാബൻ ഇനി ഇതെല്ലാം നിങ്ങളുടെ തീരുമാനം. ചെയ്യുന്നവർ നേടും. ബാബൻ ഇനി ചെയ്യോ ചെയ്യാതിരിക്കോ നിങ്ങളുടെ കാര്യം. എക്സിബിഷനൊക്കെ വയ്ക്കുമ്പോൾ മക്കളിലൂടെ അനേകർക്ക് വഴി കിട്ടും. സേവനം ചെയ്യുന്നതിലൂടെ താങ്കളുടെ മംഗളം ചെയ്യണം. മറ്റുള്ളവർക്ക് മാത്രമല്ല മംഗളം. സേവനത്തിലൂടെ ആരുടെ മംഗളം നടക്കണേ? സ്വമംഗളം ഉണ്ടാക്കുകയാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ വലിയ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യണത്. സ്വമംഗളത്തിനായി, സ്വ ഉന്നതിക്കുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കുറവ്, ലാഭം ഏറ്റവും ഉയർന്നത്. ആ ബിസിനസ്സാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. മക്കളെ, അനേകരുടെ മംഗളം ചെയ്യൂ, അതിലൂടെ സ്വമംഗളം നടക്കും. ഈ അന്തിമ ജന്മം പവിത്രമാകുന്നതിലൂടെ, ശിവബാബയുടെ ഓർമ്മയിൽ ജീവിക്കുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനാകും. 2 യുക്തി ഏതൊക്കെയാ? പവിത്രമായി ജീവിക്കണം, ശിവബാബയുടെ ഓർമ്മ. എത്ര ചെലവ് കുറഞ്ഞ ബിസിനസ്സാണ് ബാബ പഠിപ്പിക്കണേ. ജീവിതം തന്നെ എത്ര പരിവർത്തനപ്പെട്ടു. ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യണം, ചിന്തനം ചെയ്യണം. ബാബയുടെ അടുത്ത് എല്ലാ മക്കളുടെയും ന്യൂസ് എത്തുന്നുണ്ട്. ഒരു കുട്ടി ബാബയോട് പറഞ്ഞു, രക്ഷാബന്ധന സമയത്ത് രാഖി കെട്ടിക്കൊടുക്കാൻ പോയപ്പോൾ ഏതോ ഒരു ആത്മാവ് പറഞ്ഞു, രാഖി കെട്ടിക്കൊടുക്കുമ്പോൾ പറയുമല്ലോ പവിത്രമായി ജീവിക്കാനുള്ള പ്രതിജ്ഞ എടുക്കൂ എന്ന്. അപ്പോൾ ഒരു കുട്ടി, ഒരാത്മാവ് പറഞ്ഞു, ഇത് തമോ പ്രധാന ലോകമല്ലേ, ഇവിടെ പവിത്രമായി നമ്മൾ ജീവിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അസംഭവ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാബ പറയണേ, പാവങ്ങൾ, അവർക്കറിയില്ലല്ലോ കുട്ടികളെ, ഇത് സംഗമയുഗമാണെന്ന്. ബാബ തന്നെയാണ് മക്കളെ പവിത്രമാക്കി മാറ്റുന്നത്. ആർക്കും ഇതറിയില്ല. നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പരംപിത പരമാത്മാവാണ്. ഇതാണ് ആർക്കും അറിയാത്തത്. നമുക്ക് ഒറ്റയ്ക്ക് പവിത്രമാകാൻ പറ്റില്ല. സത്യമാണ് എല്ലാവരും പറയണത്. കാരണം അത് ചില്ലറ കാര്യമല്ല. ഈ അന്തിമ ജന്മം അല്ല, ഇത്രയും തമോ പ്രധാന ലോകത്തിൽ കുടുംബത്തിലിരുന്ന്
നമുക്ക് പവിത്രമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണത് ശരി തന്നെയാണ്, അസംഭവ്യമാണ്. പക്ഷേ അസംഭവ്യമായത് ബാബ മുരളിയിൽ പറഞ്ഞില്ലേ, ലാസ്റ്റ് മുരളിയിൽ എന്താ പറഞ്ഞ ബാബ അവതരണ സമയത്ത്? അസംഭവ്യത്തെ സംഭവ്യമാക്കുന്ന മഹാനാത്മാക്കളായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്താ? ബാബയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി പവിത്രത നിങ്ങളുടെ സ്വധർമ്മമാണ്. ഭഗവാനാണ് ശക്തി തരുന്നത്, ഭഗവാനാണ് യുക്തികൾ പറഞ്ഞു തരണത്. ബാബയുടെ ഈ മുരളി ഉള്ളതുകൊണ്ട്, ബാബയുമായി യോഗം വയ്ക്കുന്നതുകൊണ്ട്, ബാബ നൽകുന്ന ശ്രീമതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പവിത്രമായിട്ട് ജീവിക്കാൻ പറ്റണത്. ഇല്ലെങ്കിൽ എന്നാൽ പോലും നമുക്ക് നോക്കൂ, എന്തെല്ലാം മായകൾ വരുന്നു അല്ലേ? എത്രത്തോളം നമ്മൾ ഇളകണു, ആടുന്നു, ഒലയുന്നു അല്ലേ? ഇതിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പരംപിത പരമാത്മാവാണെന്ന് ആർക്കും അറിയില്ല. ആർക്കും ഈ കാര്യങ്ങൾ അറിയില്ല. ഇവിടുത്തെ നിയമങ്ങൾ ഉയർന്നതാണ്, ജീവിത രീതികൾ ഉയർന്ന ട്രാക്കിലൂടെ സഞ്ചരിക്കുകയാണ്, ഇതിലൂടെ പ്രാപ്തിയും വളരെ ഉയർന്നത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആർക്കും അറിയില്ല. പവിത്രമാകുന്നതിലൂടെ പവിത്ര ലോകത്തിൻ്റെ യജമാനനായി മാറും. ബാബ പറയുകയാണ് 5 വികാരങ്ങളാകുന്ന മായയെ ജയിക്കുന്നതിലൂടെ. എന്താ യുക്തി പറഞ്ഞെന്ന ദൈവം? പവിത്രാകാൻ 5 വികാരങ്ങളെ ജയിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിയാകും. എന്തുകൊണ്ട് ഇനി പവിത്രമായിക്കൂടാ? ഫസ്റ്റ് ക്ലാസ് ബിസിനസ് അല്ലേ? ഭഗവാന് വാജിയാണ്, കാമം മഹാശത്രുവാണ്. ഇതിൽ ജയിക്കുന്നതിലൂടെ നിങ്ങൾ പവിത്രമാകും. മായ ജീത്താണെങ്കിൽ ജീവിതത്തിൽ വിജയിയാകും. യോഗബലത്തിലൂടെ മായയെ ജയിക്കാനുള്ള കാര്യമാണിവിടെ പഠിപ്പിക്കുന്നത്. യോഗം വേണം. ആരുമായി അല്ലേ? ഭഗവാനുമായി യോഗം വയ്ക്കണം. നമുക്ക് നമ്മളോടൊപ്പം യോഗം വേണം, ഈശ്വരനുമായി യോഗം വേണം. ഞാൻ ആത്മാവാണെന്നുള്ളതാണ് ആദ്യം യോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? രണ്ടാമത്തത് ആത്മാവിന് പരമാത്മാവുമായി കണക്ഷൻ വയ്ക്കണം. പരംപിത പരമാത്മാവ് വന്ന് ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരാണ്, മുझे യാദ് കറോ, എന്നെ സ്മരിക്കൂ, തോ ഖാദ് നിക്കൽ ജായേഗി, എങ്കിൽ ക്ലാവെല്ലാം പോകും, നിങ്ങൾ സദോ പ്രധാന ലോകത്തിലെ യജമാനന്മാരായി മാറും. ബാബ സംഗമത്തിൽ വന്ന് സമ്പത്ത് തരികയാണ്. ഏറ്റവും പുരുഷോത്തമർ ലക്ഷ്മി നാരായണനായിരുന്നു. മര്യാദ പുരുഷോത്തമരാണ്. ദേവി ദേവത ധർമ്മത്തിലേതാണ് അവർ. മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ബാബ പറഞ്ഞു തരുന്നുണ്ട്. പരന്തു കഭി കഭി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മക്കൾ ചില പോയിൻറ്റ്സുകളൊക്കെ മറന്നു പോകുന്നു. പിന്നെന്ത് ചിന്തിക്കും? അയ്യോ, ഈ പോയിൻറ്റും കൂടെ പറയാമായിരുന്നു, ഇതും കൂടി പറഞ്ഞു കൊടുക്കാമായിരുന്നു. പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ബാബ തരുന്നുണ്ട്. വക്കീലന്മാരും അതുകൊണ്ട് ചില സമയത്ത് വാദിച്ചിട്ട് വരുമ്പോഴാണ് ഓർമ്മ വരുന്നത്, അയ്യോ ഈ പോയിൻറ്റും കൂടെ പറയായിരുന്നു, ഇതും കൂടെ ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നു. ഡോക്ടർമാർക്കും അതേപോലെ പിന്നീട് ചിന്ത വരും, അയ്യോ ആ രോഗത്തിന് ഈ മരുന്ന് കൊടുത്താൽ മതിയായിരുന്നു, ഇതാണ് ഏറ്റവും നല്ല മരുന്ന്. ബാബയും കുട്ടികളോട് പറയണം, മക്കളെ ഇഷ്ടംപോലെ പോയിൻ്റ് ഞാൻ തരുന്നുണ്ട് അല്ലേ? നമുക്കും മുന്നിൽ ഓരോ സമസ്യകളും സാഹചര്യങ്ങളും വരുമ്പോൾ അത് ക്രോസ് ചെയ്യാൻ നമ്മൾ ശരിയായിട്ടുള്ള പോയിൻ്റുകൾ എടുത്ത് ഉപയോഗിക്കണം. ബാബയുടെ സമയത്ത് ആ പോയിൻ്റ് ഓർമ്മ വന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വരില്ലേ? ഒരു പ്രശ്നം വന്ന് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ഓർമ്മ വരും? അയ്യോ ബാബ ഇതല്ലേ പറഞ്ഞിട്ടുള്ള, ഞാൻ എന്തിനാ ആ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചേ? അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണ് നമുക്ക് പിന്നെ ഓർമ്മ വരണേ, അയ്യോ ഒരു ബാബയുടെ കുട്ടിയായിട്ട് എനിക്ക് ദേഷ്യം വന്നല്ലോ, ബാബ ഇതല്ലേ ഡ്രാമയുടെ ജ്ഞാനം പറഞ്ഞു തന്നെ. ഓരോ ആത്മാവിനും ഓരോ പാർട്ടാ, പിന്നെ അവരുടെ പാർട്ടിനെ പ്രതി ഞാൻ എന്തിനാ ടെൻഷനാവണേ? ദേഷ്യം വന്നിട്ട് എന്താ കാര്യം എനിക്ക്? അവരവരുടെ പാർട്ട് അഭിനയിച്ചു, ഡ്രാമയിലുണ്ടായിരുന്നത് നടന്നു, നത്തിങ് ന്യൂ. പിന്നെ നമുക്കിതുപോലെ ഓർമ്മ വരും. അതീവ ഗുഹ്യ പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുട്ടികളെല്ലാം പതീത അവസ്ഥയിലാണ് ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ചിലതെല്ലാം സമയത്ത് മറക്കുന്നതെന്ന് പറയണം ബാബ. അല്ലയോ പതീത പാവന എന്ന് നിങ്ങൾ വിളിച്ചില്ലേ? അപ്പം നിങ്ങൾ പതീത ആത്മാവാണെന്ന് പറഞ്ഞ ബാബ പറയണ ചിലരെ പിണങ്ങും, ദേഷ്യം വരും. ഈശ്വർ के सामने सच कहते हैं,
ഹേ പതിത് പാവനാവോ, നിങ്ങൾ ഉള്ളുകൊണ്ട് ഭഗവാന് മുന്നിൽ പറഞ്ഞത് സത്യമാണ്. പതിത പാവന വരൂ, പതിതരെ പാവനമാക്കൂ. പാവന ഉള്ളിൽ നിന്ന് വന്നത് സത്യമായ വാക്കുകളാണ്. ഭഗവാനെ മറന്ന് അസത്യ ജീവിതം തുടങ്ങി. ബാബ യുക്തികൾ പറഞ്ഞു തരികയാണ്, എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. ആൾക്കാർ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യവും വരരുത് പറയണം ബാബ. അതുകൊണ്ട് വളരെ യുക്തിയോടെ പറഞ്ഞു കൊടുക്കണം. പാമ്പ് ചാകുകയും വേണം, വടി ഒടിയുകയും ചെയ്യരുത്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പം ബാബ പറയുന്ന ആൾക്കാർക്ക് ദേഷ്യം വരുമോ അല്ലേ, പിണങ്ങോ, ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യരുത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ യുക്തിയോടുകൂടി ബാബയുടെ ജ്ഞാനത്തെ പറഞ്ഞു കൊടുക്കൂ പറയണം ബാബ. അതുകൊണ്ട് ബാബ എപ്പോഴും പറയും, എലിയിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം, നല്ല ഗുണം എടുക്കണം. എലിയുടെ ഗുണം എന്താണ്? അത് കടിക്കും, പക്ഷെ അത് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെ കടിക്കുന്നോ അറിയില്ല എലി എന്നെ കടിച്ചു എന്ന്. ചോര കാണുമ്പോഴാണ് അറിയുക കടിച്ചിരുന്നു, എലി കടിച്ചിട്ട് പോയി എന്ന്. അങ്ങനെ കടിക്കാൻ എലിക്കറിയാം, വേദനിപ്പിക്കാതെ കടിച്ചിട്ട് പോയി കളയും. കുട്ടികൾക്കും ബാബ പറയുന്ന ബുദ്ധിയിൽ ഇപ്രകാരം പോയിന്റ്സ് നിറഞ്ഞിരിക്കണം. മറ്റുള്ളവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അമ്പ് പോലെ തറയ്ക്കണം, അവരുടെ ചോര പോകണം. ചോര പോണ അർത്ഥം അല്ല, ശൂദ്ര ബ്ലഡ് മാറി ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ബ്ലഡ് ഉള്ളിലേക്ക് കയറണം. പക്ഷേ ബാബ പറയുന്ന അവരെ അറിയാതെ അവരുടെ ഉള്ളിലേക്ക് ജ്ഞാനത്തെ പകർന്നു കൊടുക്കണം. അങ്ങനെയുള്ള യുക്തികൾ ഉപയോഗിക്കൂ പറയണം ബാബ. പക്ഷെ ഇതൊക്കെ എപ്പോഴേ നടക്കൂ? യോഗത്തിലിരിക്കണം. മക്കളുടെ ബുദ്ധി യോഗം ബാബയിലുണ്ടെങ്കിൽ സമയത്ത് ബാബ സഹായം തന്നുകൊണ്ടിരിക്കും. എന്ത് പറയണം നമ്മുടെ നാവിൽ കൂടി ഭഗവാൻ സംസാരിക്കും. ബുദ്ധി യോഗം ബാബയിൽ വെച്ച ബാബ ഇരുന്നുകൊണ്ട് നമ്മുടെ വായിൽ കൂടി സംസാരിച്ചോളും. ഹോ സക്താ ഹേ സുന്നേ വാല, ഇങ്ങനെ നിറയെ മക്കളുണ്ട് പറയണം ബാബയ്ക്ക്. ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളെക്കാളും അത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ബാബ പറയണേ ബാബയ്ക്ക് ജാസ്തി പ്രിയപ്പെട്ടവരായി മാറുന്നുണ്ട്. അത്ര നന്നായി ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കണ മക്കളുണ്ട് പറയണ ബാബ. ബാബ സ്വയം ഇരുന്ന് അങ്ങനെയുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്ന കുട്ടിയേക്കാളും കേൾക്കുന്ന കുട്ടി വളരെ നല്ല ഇൻട്രസ്റ്റോടെ കേൾക്കുകയും നന്നായി എടുക്കുകയും ചെയ്യുന്ന മക്കളാണെങ്കിൽ ആരാണോ പറഞ്ഞു കൊടുക്കുന്ന അവരുടെ നാവിൻ തുമ്പിലൂടെ ഈശ്വരൻ സംസാരിക്കും എന്ന് പറയണ ബാബ. അത്ര പാലന ഭഗവാൻ ചെയ്യും. तो ऐसा समझाना है जो वो समझे. ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം. അതിലൂടെ അവരിങ്ങനെ മനസ്സിലാക്കണം. പവിത്രമായി മാറുന്നത് തന്നെയാണ് വളരെ ശ്രേഷ്ഠം. ഹരേക് ജനം പവിത്ര രഹ്നേസേ, ഈ ഒരു ജന്മം നമ്മൾ പവിത്രമായി ജീവിക്കുന്നതിലൂടെ 21 ജന്മത്തേക്ക് യജമാനന്മാരാകാം. ഭഗവാന് വാജ്യല്ലേ? ഈ അന്തിമ ജന്മം പവിത്രമാകും മക്കളെ, ഗ്യാരണ്ടി തരാം ബാബ. ഡ്രാമ അനുസരിച്ച് 21 ജന്മത്തേക്ക് സ്വത്ത് ഗ്യാരണ്ടിയാണ് ബാബയുടെ. കൽപ്പകൽപ്പം സ്വത്ത് നിങ്ങൾ നേടുകയാണ്. സർവീസ് കാ ജിൻകോ ഷൗക്ക് ഹോഗാ വോ തോ സമझेंगे कि हम जाकर समझाए. സേവന തൽപരരായ കുട്ടികൾക്കുള്ളിൽ എപ്പോഴും ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ പോയി ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി എങ്ങനെ കൊടുക്കും. സേവനത്തിനായി ബാബ പറയണേ മക്കൾ ഓടണം സേവനത്തിനായിട്ട്. ബാബ അറിവിൻ്റെ കടലല്ലേ, ജ്ഞാനമഴ എത്രയാണ് പെയ്യിക്കുന്നത്. ജിൻകി ആത്മാ പവിത്ര ഹേ, ആരുടെ ആത്മാവ് പവിത്രമാണോ പവിത്രമായ ആത്മാക്കൾക്ക് ധാരണയും നല്ലതുപോലെ ഉണ്ടാക്കും. അപ്ന നാം ബാലാക്കർ ദിഖാത്തെ ഹേ, പേര് പ്രസിദ്ധമാക്കി കാണിക്കുന്നുണ്ട്. എക്സിബിഷനുകൾ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ ബാബയ്ക്ക് അറിയാൻ പറ്റും ഓരോ സേവനങ്ങൾ നടക്കുമ്പോൾ ആരാരാണ് നല്ല രീതിയിൽ സേവനങ്ങൾ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ചെക്ക് ചെയ്യണം ഏതേത് ആത്മാക്കളാണ് ജ്ഞാനം നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മി നാരായണൻ്റെ ചിത്രം, പടിയുടെ ചിത്രം, ഇത് വളരെ നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കണം. യോഗബലത്തിലൂടെ ലക്ഷ്മി നാരായണനെ പോലെയായിട്ട് മാറണം. ഇതാണ് ആദിദേവൻ ആദിദേവി. ഈ നിറവ്
അല്ലേ, നിറവുള്ളവരായി. ലോകത്തിലെല്ലാവർക്കും അതല്ലേ വേണ്ടേ? ആരോഗ്യം വേണം, സമ്പത്ത് വേണം, അല്ലേ, സന്തോഷം വേണം. അതാണ് ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞ്, അല്ലേ, എല്ലാം നിറഞ്ഞവർ. പക്ഷേ ആ നിറവ് വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിറയണം. ഇവിടെ ഗുണങ്ങളും ശക്തികളും നിറഞ്ഞാലേ നമുക്ക് സ്ഥൂലമായതെല്ലാം നിറയണമെങ്കിൽ ആദ്യം സൂക്ഷ്മത്തിൽ നിറവ് വേണം. ചതുർഭുജം ലക്ഷ്മി നാരായണൻ 2 പേരും ഉണ്ട്. 2 കൈ ലക്ഷ്മിയുടെയും 2 കൈ ശ്രീനാരായണൻ്റെയും. ഭാരതവാസികൾക്ക് ഇതറിയുന്നില്ല. മഹാലക്ഷ്മിക്ക് 4 കൈകൾ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. 2 പേരെയും കൂടെ കാണിച്ചിരിക്കുകയാണ്. വിഷ്ണുവിന് 4 കൈ കാണിക്കും. ദിവസവും എക്സിബിഷനുകളിലൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് പുറത്തു പോയി എക്സിബിഷൻ വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓൺലൈനിലല്ലേ നമുക്ക് സേവ ചെയ്യാൻ പറ്റൂ. ഓൺലൈനിൽ തന്നെ എല്ലാ സേവനങ്ങളും ഉണ്ട്, അല്ലേ. നമ്മുടെ പ്രദർശനികളും എല്ലാം നമ്മുടെ ആപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാം ഉണ്ട്. എക്സിബിഷൻ സേവനവും ഉണ്ട് അതിൽ. ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലേ. അത് ഉപയോഗിച്ച് ബാബയുടെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ? അതിൽ ക്ലാസ്സൊക്കെ കേൾക്കാൻ തുടങ്ങിയോ എല്ലാവരും? ബാബ പറയണേ രഥത്തെയും കാണിച്ചിട്ടുണ്ട്. कहते हैं अर्जुन बैठा था कृष्ण रथ चलाने वाला था. എന്താ ചിത്രത്തിൽ കാണിച്ചിരിക്കണേ? അർജുനൻ രഥത്തിലിരിക്കുന്നു. തേരാളി ആരാണ്? ഭഗവാനാണ്. ഇത് കഥയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബാബ പറയുന്നത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ ജീവിതമാകുന്ന രഥത്തിൽ ആത്മാവ് രഥീതിലിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ തേരാളി, നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ശിവബാബയ്ക്ക്. ബാബയാണ് നമ്മുടെ തേരിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധക്കളാണല്ലോ. ജീവിത യുദ്ധക്കളത്തിൽ നമ്മൾ അമരത്ത് തേരാളിയൊക്കെ കടിഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരുടെയിൽ കൊടുത്തിരിക്കുകയാണ്? തുഴ ബാബയുടെ കയ്യിലാണ്. ഇതും കാണിച്ചിട്ടുണ്ട്. ജ്ഞാനാമൃതം, അമൃത കലശം ലക്ഷ്മിയുടെ ശിരസ്സിലാണ്. വാസ്തവത്തിലെ ബാബ പറയണേ, ബാബ ജ്ഞാനകലശം മമ്മയ്ക്കാണ് നൽകിയത്. അതാണ് ശാസ്ത്രത്തിൽ ലക്ഷ്മിയെ കാണിക്കാൻ കാരണം. ഇതും മനസ്സിലാക്കി കൊടുക്കണം. സത്യയുഗത്തിൽ ധർമ്മവും ഒന്നേ ഉണ്ടാവുള്ളൂ. ജീവിതവും ഏക മതത്തിലായിരിക്കും. ദേവതകളെല്ലാം ഏക മതത്തിൽ ജീവിക്കും. ശ്രീ ശ്രീ എന്നാ പറയുക ദേവതകൾക്ക്. എല്ലാവരുടെയും പേരിന് മുന്നിൽ ശ്രീ ഉണ്ടാവും. മറ്റാർക്കും ഈ വിശേഷതയില്ല. ശ്രീയിലാണ് എല്ലാ പേരും ആരംഭിക്കുക, അല്ലേ. ശ്രീകൃഷ്ണൻ, ശ്രീരാധ, ശ്രീലക്ഷ്മി, ശ്രീരാമചന്ദ്രൻ, ശ്രീ സീത, അല്ലേ. ശ്രേഷ്ഠരാണെന്നർത്ഥം. ബാബയ്ക്ക് സങ്കല്പം വന്നു, കുട്ടികൾക്ക് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ നിറഞ്ഞിരിക്കണം നമ്മുടെ ഉള്ളിൽ അറിവ്, എന്നാലേ കുറച്ചെങ്കിലും പറയാൻ പറ്റൂ. ഈ സന്ധ്യം ജനമേ 5 വികാരോം പർ ജീത് പനേസെ. ബാബ പറയണ എന്ത് സന്ദേശം എല്ലാവർക്കും കൊടുക്കണം എന്ന് ബാബയ്ക്ക് ഒറ്റ പോയിൻ്റാണ്. എല്ലാവർക്കും ഏത് സന്ദേശം കൊടുക്കണം? 5 വികാരങ്ങളെ ജയിക്കുന്നതിലൂടെ രാമരാജ്യത്തിൻ്റെ മാലിക്കാകും. ഇതാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ വ്യാപാരം. അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ ദാനം ബാബ വന്ന് ചെയ്യിക്കുകയാണ്. ജ്ഞാനക്കടലാണ് ബാബ. ജ്ഞാനരത്നങ്ങളാണ് ബാബ മക്കൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രസഭയിൽ ചില കുട്ടികൾ ബാബ പറയണേ പുഷ്യരാഗത്തിന് സമാനാണ്. വജ്രം തന്നെ പല വെറൈറ്റി അല്ലേ. ചിലത് മാണിക്യാണ്, ചിലത് പുഷ്യരാഗമാണ്. ബാബ പറയണേ, അതായത് ബാബയെ ഓരോ കുട്ടികളും എല്ലാവരും സഹായികളാണ് ഭഗവാന്റെ. പക്ഷേ കുട്ടികൾ വെറൈറ്റിയാണ്. രത്നങ്ങൾ പോലെ തന്നെ 9 രത്നങ്ങൾ വിശേഷപ്പെട്ടതാണ് രത്നങ്ങളിൽ. അതും കാണിക്കുന്നുണ്ട്. ഏതോ ജറൂർ ഹേ ജോ അച്ഛി രീതി പഠെങ്കെ. ആര് നന്നായി പഠിക്കുന്നോ തീർച്ചയായും അവർ ഉയർന്ന പദവിയിലെത്തും. നമ്പർ വൈസാണല്ലോ മക്കൾ. പുരുഷാർത്ഥം ചെയ്യുന്നതിന് സമയമെടുക്കുന്നുണ്ട് എല്ലാവരും. കുട്ടികൾ മനസ്സിലാക്കണം, ബാബയുടെ കഴുത്തിലെ മാലയിലെ മണിയാകാണ് നമ്മൾ. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നു അത്രത്തോളം ഓർമ്മയുടെ യാത്രയിലിരുന്ന് ഓട്ട മത്സരമാണ് നടക്കുന്നത്. അതിനനുസരിച്ച് പാപം പെട്ടെന്ന് ഇല്ലാണ്ടാക്കും. ഈ പഠിപ്പ് ബാബ പറയണ കൊയ് ലംബി ചോടി നഹീം സിർഫ് പവിത്ര നഹന.
വളരെ നീണ്ട പഠിപ്പൊന്നും ബാബ പഠിപ്പിക്കണില്ല. എന്തേ പറയുന്നുള്ളൂ? പഠിപ്പിൻ്റെ സാരം എന്താണ്? മനസ്സ വാച കർമ്മണ പവിത്രാക്കണം. പുതിയ മുരളിയിൽ ബാബ ഡയറക്ഷൻ എന്താ തന്നെ? ഓരോ ആത്മാവിനെ പ്രതി ദൃഷ്ടി പാവനം. അർത്ഥം ഭായി ദൃഷ്ടി. നിങ്ങൾക്ക് നിങ്ങളെ പ്രതി സദാ ആത്മസ്മൃതി. വൃത്തിയിൽ എന്ത് പരിവർത്തനം എന്നാ പറഞ്ഞ ബാബ? സർവരേ പ്രതിയും സദാ സഹജമായി ശുഭഭാവനെ ശുഭകാമനെ. മൂന്നാമത്തത് എന്താ പറഞ്ഞേ? സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ ഏതൊരാത്മാവിനെ പ്രതി എന്ത് സംഭവങ്ങൾ നടന്നാലും സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഈ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ബാബ എടുത്തു പറഞ്ഞു. പവിത്രത എന്ന് പറഞ്ഞ ഇതാണ്. ദൃഷ്ടിയിലെ പവിത്രത, വൃത്തിയിലെ പവിത്രത, സംബന്ധങ്ങളിലെ പവിത്രത, അല്ലേ? അതാണ് പവിത്രത. അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ ഡെയിലി നോക്കണം. അപ്പം അറിയാം ഞാൻ എത്രത്തോളം പവിത്രാത്മാവാണ്. പവിത്രതയുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ അളവുകോലെന്നാണ് പറഞ്ഞ ബാബ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. പവിത്രതയുടെ ലക്ഷണം വാക്കുകൾ. ബാബ പറഞ്ഞേ പവിത്രത അർത്ഥം വായിൽ നിന്ന് ഒരിക്കലും കല്ല് പോലെയുള്ള വാക്കുകൾ വരില്ല. കടുത്ത വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക അർത്ഥം കല്ല് ബുദ്ധി എന്ന് അവരെയാണ് പറയുന്നത്. രത്നങ്ങൾക്ക് സമാനം വിലപിടിച്ച വാക്കുകളെ പറയാവൂ. അവരാണ് ഉയർന്ന പദവിയിലേക്ക് പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ്. എല്ലാ ജിജ്ഞാസുക്കൾക്കും പറഞ്ഞു കൊടുക്കണം. ജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്നവരോട് പറയണം, പതീത പാവനൻ സർവരുടെയും മുക്തി ജീവൻ മുക്തി ദാതാവായ പരംപിത പരമാത്മാ ശിവഭഗവാനുവാജിയാണ്. അലയോ ഭാരതവാസികളായ ആത്മീയ കുട്ടികളെ, രാവണരാജ്യം, മൃത്യുലോകം, ഈ കലിയുഗത്തിൽ, ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായി ജീവിക്കൂ. പരംപിത ശിവപരമാത്മാവിൽ ബുദ്ധിയോഗ ബലത്തിലൂടെ, ഓർമ്മയുടെ യാത്രയിലൂടെ തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാന ആത്മാവായി മാറി സത്യുഗി വിശ്വത്തിലെ പവിത്രത, സുഖം, ശാന്തി, സമ്പത്ത് നിറഞ്ഞ മര്യാദ പുരുഷോത്തമന്മാരായി ദൈവിക രാജധാനി കൽപ്പം മുമ്പെന്നതുപോലെ നേടാൻ കഴിയും. ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കൂ പറയണം ബാബ. പക്ഷേ യുദ്ധത്തിന് മുമ്പേ, സർവനാശത്തിന് മുമ്പേ ബാബ നിങ്ങൾക്ക് സ്വത്ത് തരികയാണ്. പഠിപ്പിക്കുകയാണ്. ആരെത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം ഉയരും. സാത്ത് തോ ലഹി ജായെങ്കേ, കൂടെ കൂട്ടിക്കൊണ്ട് പോകും ബാബ. ഈ പഴയ ലോകത്തിൽ തന്നെ ഈ പഴയ ശരീരം വിട്ടിട്ട് പോകും. ബാബ പറയണേ പിന്നെ ഈ പഴയ ലോകത്തിനെ കുറിച്ച് നിങ്ങൾ എന്തിനു ചിന്തിക്കണം? തുമാരെ ടൈം ഹേ പുരാനി ദുനിയാക്കോ ഛോടനേക്കാ. ഇപ്പം സമയം എന്താണ്? ഈ പഴയ ലോകം വിടാനുള്ള സമയമാണ്. അതുകൊണ്ട് ബുദ്ധിയിൽ ബാബ പറയുന്ന വളരെ നല്ല നല്ല മഹാവാക്യങ്ങൾ, ജ്ഞാനരത്നങ്ങളെ ഇരിക്കാവൂ. മുന്നോട്ട് പോകുമ്പോൾ പുരുഷാർത്ഥം ചെയ്ത് സമയം ഇങ്ങനെ വരും. ബാബ പറയണേ പിന്നെ നിങ്ങൾക്ക് ആലസ്യത്തോടെ ഇരിക്കാനേ പറ്റില്ല. സമയം അങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്യും. ബുദ്ധിയോഗം ബാബ പറയണേ നിങ്ങൾക്ക് ബാബയിൽ തൂക്കിയിടേണ്ടി വരും. സേവനം ചെയ്യുന്നതിലൂടെ വളരെയധികം സഹായം കിട്ടും. ജിത്ന കിസിക്കോ സുഖക്ക രാസ്ത ബതായെങ്കെ, എത്രത്തോളം മറ്റുള്ളവർക്ക് സുഖത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നോ അത്രത്തോളം സന്തോഷം ഉണ്ടാക്കും. പുരുഷാർത്ഥവും നടന്നുകൊണ്ടിരിക്കും. ഭാഗ്യം കാണപ്പെടും. പുരുഷാർത്ഥത്തിനനുസരിച്ച് നമ്മുടെ ഭാഗ്യം കാണപ്പെടും. ബാബ പരിശ്രമിക്കാൻ പഠിപ്പിക്കുകയാണ്. ചില കുട്ടികൾ അതനുസരിച്ച് നടക്കുന്നു, പരിശ്രമിക്കുന്നു. ചിലർ ബാബ പറയും പോലെ പരിശ്രമിക്കുന്നതേ ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ മക്കളെ, കോടിപതികളും എല്ലാം മണ്ണിൽ പോകും. എല്ലാം ഇവിടെ വിട്ടിട്ടേ എല്ലാവർക്കും പോകാൻ പറ്റും. ഏത് കോടിയെ കൊണ്ടുപോകാൻ പറ്റും? ആത്മീയ സമ്പാദ്യം മാത്രം. മീഠേ മീഠേ സിഖിലതേ ബച്ചോം പ്രതി
माता पिता बाप दादा का याद प्यार और गुड मॉर्निंग। रूहानी बाप की रूहानी बच्चों को नमस्ते। रूहानी बच्चों की रूहानी बाप को नमस्ते। नंदा बाबा मुरളിയുടെ സാരം തന്നത് ഫസ്റ്റ് പോയിന്റ്, ऊंच पद पाने के लिए, ഉയർന്ന പദവിക്കായി। मुख से सदैव रत्न निकालने है पत्थर नहीं। വായിൽ നിന്ന് സദാ രത്നങ്ങളെ വരാവൂ, കല്ലുകൾ വരരുത്। വായിൽ നിന്ന് സദാ രത്നങ്ങളെ വരാവൂ, കല്ലുകൾ വരരുത്। मनसा वाजा कर्मणा, ऐसा कर्म करने हैं जो मर्यादा पुरुषोत्तम बनाने वाले हो। मनसा वाजा कर्मणा, മര്യാദ പുരുഷോത്തമരാക്കുന്ന കർമ്മങ്ങളെ ചെയ്യാവൂ। മനസ്സ വാച കർമ്മണ, മര്യാദ പുരുഷോത്തമരാക്കുന്ന കർമ്മങ്ങളെ ചെയ്യാവൂ। इस अंतिम जन्म में पवित्र बनने की प्रतिज्ञा करनी है। ഈ അവസാന ജന്മത്തിൽ പവിത്രമാകുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യണം। പവിത്രമാകുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യണം। പവിത്ര बनने की ही युक्ति सबको सुनानी है। പവിത്രമാകുന്നതിനുള്ള യുക്തി എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം। പവിത്രമാകുന്നതിനുള്ള യുക്തി എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം। വരം സദാ കല്യാണകാരി ഭാവന ദ്വാര, സദാ മംഗളകാരി ഭാവനയിലൂടെ, സദാ മംഗളകാരി ഭാവനയിലൂടെ ഗുണഗ്രാഹി ബന്നെ വാലെ, ഗുണഗ്രാഹിയാകുന്ന അജൽ അഡോൾ ഭവ, അജഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കട്ടെ। അജഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കട്ടെ। अपनी स्थिति अजल अडोल बनाने के लिए सदा गुणग्राही बनो। തൻ്റെ സ്ഥിതി അജഞ്ചലവും ദൃഢവുമാക്കി മാറ്റുന്നതിന് വേണ്ടി സദാ ഗുണഗ്രാഹിയായി മാറൂ। തൻ്റെ സ്ഥിതി അജഞ്ചലവും ദൃഢവുമാക്കുന്നതിനായി സദാ ഗുണഗ്രാഹിയായി മാറൂ। അഗർ ഹർ ബാത് മേ ഗുണഗ്രാഹി ഹോങ്കെ, ഓരോ കാര്യത്തിലും ഗുണഗ്രാഹികളാണെങ്കിൽ, ഓരോ കാര്യത്തിലും ഗുണഗ്രാഹികളാണെങ്കിൽ ഹൽ ചൽമേ നഹീം ആയെങ്കെ, ഇളക്കത്തിലേക്ക് വരില്ല। ഓരോ കാര്യത്തിലും ഗുണഗ്രാഹിയാണെങ്കിൽ ഇളക്കങ്ങളിലേക്ക് വരികയില്ല। ഗുണഗ്രാഹി അർത്ഥാത് കല്യാൺ കി ഭാവന വാലെ, ഗുണഗ്രാഹി അർത്ഥം മംഗളഭാവനയുള്ളവർ। ഗുണഗ്രാഹി അർത്ഥം മംഗളഭാവന ഉള്ളവർ। अवगुण में गुण देखना, इसको कहते हैं गुणग्राही। അവഗുണങ്ങൾ ഉള്ളവരിലും ഗുണങ്ങളെ കാണുക। അവഗുണങ്ങൾ ഉള്ളവരിലെയും ഗുണങ്ങളെ കാണുക। അവരെയാണ് വിളിക്കുന്നത് ഗുണഗ്രാഹി। അവരെയാണ് വിളിക്കുന്നത് ഗുണഗ്രാഹി। इसलिए അവഗുൺ വാലെ സേ ഭി ഗുൺ ഉഠാവോ, അതിനാൽ അവഗുണങ്ങളുള്ളവരിൽ നിന്നും ഗുണങ്ങളെടുക്കൂ। അവഗുണങ്ങളുള്ളവരിൽ നിന്ന് പോലും ഗുണങ്ങളെടുക്കൂ। जैसे वो अवगुण में दृढ़ है, ऐसे आप गुण में दृढ़ रहो। അവഗുണങ്ങളിൽ അവർ ദൃഢമായിരിക്കുന്നത് പോലെ, അവഗുണങ്ങളിൽ അവർ ദൃഢമായിരിക്കുന്നത് പോലെ
താങ്കൾ അവരിൽ നിന്ന് ഗുണമെടുക്കുന്നതിൽ ദൃഢതയുള്ളവരാകും. അവഗുണങ്ങളിൽ അവർ ഉറച്ചിരിക്കുന്നത് പോലെ താങ്കൾ അവരിലെ ഗുണങ്ങൾ എടുക്കുന്നതിൽ ദൃഢതയുള്ളവരാകും. ഗുൺ കാ ഗ്രാഹക് ബനോ, അവഗുൺ കാ നഹീം. ഗുണഗ്രാഹിയാകൂ, അവഗുണങ്ങൾ എടുക്കരുത്. ഗുണഗ്രാഹിയാകൂ, അവഗുണങ്ങൾ എടുക്കുന്നവരാകരുത്. വരദാനം മനസ്സിലായില്ലേ ബാബയുടെ? പവിത്രതയുടെ അടുത്ത പോയിൻ്റ്. ബാബ പവിത്രതയുടെ മുരളിയിൽ ഇത് പറഞ്ഞിരുന്നല്ലോ. ആരെങ്ങനെയുള്ള ആത്മാവാണെങ്കിലും അവരെ പ്രതിയും ശുഭഭാവന വയ്ക്കണം, ശുഭ പ്രതീക്ഷ വയ്ക്കണം. അപ്പോഴേ ശുഭഭാവന വരുള്ളൂ. എല്ലാവരോടും അവരുടെ ഗുണം കണ്ടാലേ വരുള്ളൂ. അവഗുണം എത്ര മേലെ നിന്നാലും ബാബ എന്താ പറഞ്ഞ്, ഗുണം കണ്ടാലേ. നമ്മളെ എല്ലാവർക്കും സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാവരും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഗുണം അവർക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. നമ്മുടെ അവഗുണങ്ങളാണ് മറ്റുള്ളവർ നമ്മുടെ കൂടെയുള്ളവരെ കാണുന്നതെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ. അപ്പോൾ ബാബ എന്താ പറഞ്ഞേ? മംഗളകാരി ഭാവന എന്താണ് പറയുക ബാബ? എപ്പോഴും ബാബ പറയില്ലേ വിശ്വമംഗളകാരിയാക്കണം. ബാബ പുതിയ മുരളിയിൽ പറഞ്ഞു, നിങ്ങൾ പരോപകാരികളല്ലേ, വിശ്വോപകാരികളല്ലേ, വിശ്വപരിവർത്തകർ. എന്താ വിശ്വപരിവർത്തകരെന്ന് പറഞ്ഞ അർത്ഥം? അതാ പറയണം ബാബ. എല്ലാവരെയും ഞാൻ നന്നാക്കിയിട്ടേ അടങ്ങുള്ളൂ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മേരെ കണ്ണുടിട്ടാനും വടിയെടുക്കാനും അല്ല ബാബ പഠിപ്പിച്ചേ. എന്താ പരോപകാരി ഭാവന പറഞ്ഞ ബാബ? എത്ര അവഗുണങ്ങളുള്ളവരായിക്കോട്ടെ അവരിൽ നിന്നും ഗുണം ഗ്രഹിച്ചുകൊണ്ട് അവരെ പ്രതി ശുഭഭാവന വയ്ക്കും. അതായത് അവഗുണങ്ങളിൽ അവർ ഉറച്ചിരിക്കുന്നത് പോലെ. എത്രയായിട്ട് അവരുടെ അവഗുണം മാറണില്ല. പക്ഷെ ബാബ പറയുന്നത് നിങ്ങളും അതേപോലെ ഉറച്ചിരിക്കും. എത്ര കാലം ആ അവഗുണം അവർ കാണിക്കുന്നു അത്ര കാലവും ഞാൻ അവരുടെ ഗുണമേ കാണും. അതാണ് മംഗളഭാവനയെക്കുറിച്ച് പറഞ്ഞ ബാബ. കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു ദിവസം എന്താവും അല്ലേ, അവരുടെ അവഗുണത്തിൻ്റെ വീര്യം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. ശ്ലോകൻ. നമ്മുടെ ഉള്ളിൽ ശുഭാവനയും നിറയും അല്ലേ. നമ്മളല്ല ഡിസ്റ്റർബ് ആകുന്ന അവരെക്കാളും. അവഗുണങ്ങൾ കാണിക്കുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. അപ്പം നമുക്ക് അത് ബുദ്ധിമുട്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ശുഭാവന വെച്ചേ മതിയാക്കും. ശ്ലോകൻ. അപ്പന സബ് കുछ ബാബാ കോ അർപ്പൺ കർ. തൻ്റേതായ സർവസ്വം ബാബയ്ക്ക് സമർപ്പിച്ച് സദാ ഹൽക്കെ രഹ്നെ വാലേ ഹി ഫരിസ്തേ ഹെ. തൻ്റേതായ സർവസ്വം ബാബയ്ക്ക് അർപ്പണം ചെയ്ത് സദാ ഭാരരഹിതരായിരിക്കുന്നവർ തന്നെയാണ് ഫരിസ്ത. ഭാരരഹിതരായിരിക്കുന്നവരാണ് ഫരിസ്ത, മലാഖ. മലാഖയെക്കുറിച്ച് എന്താ ഡെഫിനിഷൻ തന്ന ബാബ? സർവസ്വവും ബാബയ്ക്ക് സമർപ്പിക്കുക. ഭാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാബയ്ക്ക് സമർപ്പിക്കുക. പിന്നെയോ ഒന്ന് ഭാരം സമർപ്പിക്കണം. പിന്നെയോ ബാക്കി നമ്മുടേതായതെല്ലാം ബാബയ്ക്ക് സമർപ്പിച്ച് ജീവിക്കുക. ഞാൻ എൻ്റെ എന്നുള്ള ഭാവത്തെ ഭഗവാന് സമർപ്പിക്കുക. ശരീരം പോലും ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ഈ ദേഹം പോലും ബാബ നിങ്ങൾക്ക് സേവാർത്ഥം തന്നതാണ്. അർപ്പണബോധത്തോടെ ഓരോന്നും ഉപയോഗിക്കുക. പൈസ ഉപയോഗിക്കുമ്പോഴും ബാബയുടേത്, ശരീരമാണെങ്കിലും ബാബയുടേത്. ഓരോന്നിടത്ത് ഉപയോഗിക്കുമ്പോഴും ഓർമ്മ വേണം ബാബയുടേത് ഉപയോഗിക്കുകയാണ് അല്ലേ. അർപ്പണ മനോഭാവം തന്നെയാണ് എന്തെന്നാ പറഞ്ഞ ബാബ? സമർപ്പിക്കപ്പെട്ട ബുദ്ധിയോടുകൂടി ഓരോന്നും ചെയ്യുമ്പോൾ എന്താകും? ഭാരം ഉണ്ടാവില്ല, മലാഖ സ്ഥിതിയായിരിക്കും, ലൈറ്റായിരിക്കും. നമ്മൾ എപ്പോഴും അല്ലേ നമ്മളെ നോക്കാൻ ഒരാളുണ്ട്, ഭാരം എടുക്കാൻ ഒരാളുണ്ട്. ബോസിൻ്റെ ഓർമ്മ എപ്പോഴും വേണം. നമുക്ക് ചെയ്താൽ മതി, ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ എപ്പോഴും വേണം. ഓർമ്മയിലിരുന്നുകൊണ്ട് ചെയ്തുകൊണ്ട് പോവുക. അതാണ് മലാഖ സ്ഥിതി. ഓം ശാന്തി. ബാബ എന്തൊക്കെ ഹോംവർക്കുകൾ തന്നു. വിശേഷ ഹോംവർക്ക് ഒറ്റ പദം ഏതാണ്?
പവിത്രത. അന്തിമ ജന്മം പവിത്രാകൂ, പവിത്രാകൂ. ഈ ചെലവ് കുറഞ്ഞ ബിസിനസ് ചെയ്യൂ. ഇത് തന്നെയാണ് ബാബ പറഞ്ഞത്. പവിത്രമാകൂ. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, അതായിരുന്നു ബാബയുടെ ജനുവരി 30 അവതരണത്തിൻ്റെ മുരളിയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ബാബ നമുക്ക് തന്നിട്ടുണ്ട്. പവിത്രത എന്ന മഹാനത എന്താണ്, വളരെ അല്ലേ ഗ്രേറ്റ് ആയിട്ടുള്ള ജീവിതം, മഹാനതയുള്ള ലൈഫ്. ആ ജീവിതത്തിൽ ദൃഷ്ടി എങ്ങനെയിരിക്കണം, വൃത്തി എങ്ങനെയിരിക്കണം, സംബന്ധ സമ്പർക്കം എങ്ങനെയിരിക്കണം, വാക്കുകൾ എങ്ങനെയിരിക്കണം അല്ലേ. ഇന്ന് മുരളിയിൽ ബാബ 1-2 സൂചന തന്നു. പവിത്രാത്മാക്കളുടെ വാക്കുകൾ രത്നത്തിന് സമാനം വിലയുള്ളതായിരിക്കണം. കല്ല് പോലെയുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് വിഷമം കൊടുക്കുന്നത് പറയരുത്. വരവും പവിത്രതയുമായി കണക്റ്റഡാണ്. ഭാവം ഭാവന അല്ലേ, പവിത്രാത്മാക്കളുടെ ഭാവം ഭാവന ശുഭമായിരിക്കും. പുതിയ മുരളിയിൽ അതും പറഞ്ഞിരുന്നു ബാബ. പവിത്രാത്മാക്കൾ 3 പര ഒഴിവാക്കുന്നു പറഞ്ഞു ബാബ. ഏതൊക്കെ? പരചിന്തനം, പരദർശനം അല്ലേ, പരമത്. പകരം എന്ത് ചെയ്യും? പരോപകാരി. അപ്പോഴാണ് പറഞ്ഞ ബാബ, പ്രകൃതിയെ പോലും പരിവർത്തനപ്പെടുത്താൻ ശുഭഭാവന വയ്ക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ പരിവർത്തനപ്പെടുത്താനുള്ള ശുഭഭാവന, കൂടെയുള്ളവരെ പരിവർത്തനപ്പെടുത്താനുള്ള ശുഭഭാവന, ഇത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ എന്ന് ചോദിച്ച ബാബ. അവരെ പ്രതി അവരെന്തായാലും ഇങ്ങനെ തന്നെ, ഇങ്ങനെ ഒരിക്കലും പറയരുതെന്നാണ് പറഞ്ഞ ബാബ. ഇവർ നന്നാവുകയില്ല, ഇവർ മാറുകയില്ല, ഇവരിങ്ങനെ തന്നെയായിരിക്കും, ഇങ്ങനെയുള്ള ശാപം കൊടുക്കരുതെന്നാണ് പറഞ്ഞ ബാബ. പരോപകാരി, വിശ്വോപകാരി കുട്ടികൾ, വിശ്വപരിവർത്തകരായ മക്കളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയുള്ള സങ്കല്പം വരരുത്. പവിത്ര ആത്മാക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള സങ്കല്പം വരും. ഇങ്ങനെ ചിന്തിക്കുന്നതും അപവിത്രത എന്നാണ് പറഞ്ഞ ബാബ അല്ലേ. അപ്പം നമുക്ക് ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബ എന്ന് തന്ന വരദാനം ആദ്യം സ്മരിക്കാം. മംഗളകാരി ഭാവന. പവിത്രാത്മാവ് സർവരെയും പ്രതി ഭാവം ഭാവന മംഗളകാരി ഭാവനയായിരിക്കും. എന്താണ് മംഗളകാരി ഭാവന? അവഗുണങ്ങൾ എത്രയുള്ളവരാണെങ്കിലും, എത്രത്തോളം അവഗുണങ്ങൾ എത്ര കാലം കാണിച്ചാലും അപ്പോഴെല്ലാം അവരിലെ ഗുണങ്ങളെ കാണാൻ കഴിയുക. അവരെത്രത്തോളം അവഗുണങ്ങളിൽ ഉറച്ചിരിക്കുന്നു അത്രത്തോളം ഞാൻ ഗുണങ്ങൾ കാണുന്നതിൽ ദൃഢതയോടെ ഇരിക്കണം. ഗുണഗ്രാഹി, സദാ ഗുണഗ്രാഹി, സർവരെ പ്രതിയും ഗുണഗ്രാഹി. ഇതാണ് വിശ്വമംഗള ഭാവന, മംഗളകാരി സ്ഥിതി. ഗുണഗ്രാഹിയായിരിക്കുമ്പോൾ സ്വമംഗളം ഉണ്ടാക്കും. ആരെങ്ങനെയുള്ളവരാണെങ്കിലും എൻ്റെ ഉള്ളിൽ വ്യർത്ഥം വരില്ല. മറ്റുള്ളവരെ പ്രതി ഞാൻ ഡിസ്റ്റർബ് ആകാതിരിക്കുക, വ്യർത്ഥം ചിന്തിക്കാതിരിക്കുക. അവരിങ്ങനെയാണല്ലോ, ഈ വ്യർത്ഥ ചിന്തനം എൻ്റെ ഉള്ളിൽ വരാതിരിക്കണമെങ്കിൽ അവരുടെ അവഗുണങ്ങളെ കണ്ടുകൊണ്ടേ, അവരുടെ അവഗുണങ്ങളെ കാണുന്നതിന് പകരം ഗുണങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കണം.
എത്ര അവഗുണം കാണിക്കുമ്പോഴും ഞാൻ ഗുണം കണ്ടുകൊണ്ടിരിക്കണം. അവഗുണങ്ങളെ ഗ്രഹിക്കാനേ പാടില്ല. എങ്കിലേ എൻ്റെ ഉള്ളിൽ അവരെ പ്രതി ശുഭഭാവന ഉണ്ടാക്കും, വ്യർത്ഥം വരാതിരിക്കും. ഇതിലൂടെ സുമംഗളം നടക്കും. എനിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭം. അപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്തെ വായുമണ്ഡലം മംഗളകാരി വൈബ്രേഷൻ നിറയും. ശുഭഭാവനയുടെ ഗുണം ഗ്രഹിക്കുന്നതിൻ്റെ ആ വായുമണ്ഡലത്തിൻ്റെ സപ്പോർട്ടിൽ വൃത്തിയിലൂടെ വായുമണ്ഡലം മാറും. വായുമണ്ഡലത്തിലൂടെ ആ അവഗുണം നിറഞ്ഞ ആത്മാവിലേക്ക് പോലും വൈബ്രേഷൻ വായുമണ്ഡലത്തിലൂടെ അവരുടെ മനോവൃത്തിയിൽ പതുക്കെ പതുക്കെ പരിവർത്തനം വരാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഇവരെൻ്റെ നല്ലതേ കാണുന്നുള്ളൂ, നല്ലതേ പറയുന്നുള്ളൂ, എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പതുക്കെ 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 ആ അവഗുണം കാണിക്കുന്നവരാര് തന്നെയാണെങ്കിലും അവരുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ കൊത്തലുണ്ടാകാൻ തുടങ്ങും. പരിവർത്തനത്തിനുള്ള തൻ്റെ അവഗുണത്തെ തിരിച്ചറിഞ്ഞ് പരിവർത്തനപ്പെടുത്താനുള്ള സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങും. അങ്ങനെ എനിക്കും മംഗളം, അവർക്കും മംഗളം. വായുമണ്ഡലവും നല്ലതാക്കും, ബന്ധങ്ങളും കേടുവരില്ല. നാടകത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗം നല്ല രീതിയിൽ അഭിനയിച്ച് പൂർത്തിയാക്കി എനിക്ക് കടന്നു പോകാനും കഴിയും. വളരെ ആഴത്തിലും സൂക്ഷ്മത്തിലും നമ്മുടെ ഉള്ളിൽ ബാബയുടെ അടുത്തിരുന്ന് വളരെ സൂക്ഷ്മമായ നിരീക്ഷണം ചെയ്ത് ഏതാത്മാക്കളുടെ അവഗുണമാണോ ഇപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്, ആരെ പ്രതിയാണോ ഞാൻ അല്പമെങ്കിലും വ്യർത്ഥം ഇപ്പോഴും ചിന്തിക്കുന്നത്, അതിൽ മാറ്റത്തിന് വേണ്ടി ഞാൻ എങ്ങനെ മാറി ചിന്തിക്കണം. ബാബയുടെ അരികിലിരുന്ന് വളരെയധികം ആഴത്തിൽ എൻ്റെ നിലപാടുകളിലും എൻ്റെ വിചാരങ്ങളിലും ഞാൻ സംസാരിക്കുന്നതിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടതെന്ന് നല്ല തീരുമാനം എടുക്കും. ബാബയെ നോക്കിക്കൊണ്ട്
ബാബയെ കണ്ടുകൊണ്ടേയിരിക്കൂ. ബാബയിൽ നിന്ന് കിരണങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കൂ. പവിത്രതയുടെ ശക്തിശാലിയായ കിരണങ്ങൾ ആത്മാവയനിലേക്ക് സകാശ് പോലെ ബാബ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബലത്താൽ, ആ ശക്തിശാലി കിരണങ്ങളുടെ ബലത്താൽ എൻ്റെ ഉള്ളിൽ ആഴമാറുന്ന സംസ്കാര പരിവർത്തനം നടക്കുകയാണ്. ഇത്രയും ശക്തി നിറയുകയാണ്. വളരെ ഡീപ്പായി ജന്മാന്തരങ്ങളായി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരങ്ങളിൽ മാറ്റം വരികയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആത്മാക്കളുമായിട്ടുള്ള ആ ഇടപാടുകളിലെ വൈകല്യങ്ങൾ ബാബ പറഞ്ഞതുപോലെ എനിക്ക് സദാ സർവരെയും പ്രതി ഗുണഗ്രാഹിയാകുന്നതിനുള്ള ബലം, ഇതിന് ചില്ലറ ശക്തി പോരാ. മഹത്തായ ബലം വേണം, മഹാബലം. മഹാബലവാനായ ഭഗവാൻ, സർവശക്തൻ, സർവശക്തികളാലും ബലം നൽകുകയാണ്. ആത്മാവിൽ സർവശക്തികളും നിറയുകയാണ്. ഈ കരുത്ത് സമയത്തെനിക്ക് ശക്തികളെ ഉപയോഗിക്കാൻ, ഗുണഗ്രാഹിയാകണമെങ്കിൽ ചിലപ്പോൾ സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, തിരിച്ചറിയേണ്ടി വരും, നല്ല തീരുമാനം എടുക്കണം. ഇന്ദ്രിയങ്ങളുടെ മേൽ വളരെയധികം നിയന്ത്രണം വേണം. സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. എല്ലാ ശക്തികളും സമയത്തെ കാര്യത്തിൽ മാസ്റ്റർ സർവശക്തിവാനെ പോലെ ഉപയോഗപ്പെടുത്തണം. മാസ്റ്റർ ഗോഡ് ബാബ എങ്ങനെ എല്ലാവരെയും കാണുന്നു അതേപോലെ എനിക്കും കാണണം. എന്നാലേ എനിക്ക് സദാ ഗുണഗ്രാഹിയായിരിക്കാൻ കഴിയും. ബാബയുടെ സീറ്റിലിരിക്കണം. ഇന്ന് മുഴുവൻ ബാബ ഞാൻ ഈ സുമാനത്തിലിരിക്കാം. മാസ്റ്റർ ഗോഡാണ്, ബാബയുടെ കുട്ടി, ദൈവത്തിൻ്റെ കുട്ടിയാണ് ഞാൻ. ബാബയെ പോലെ തന്നെ എല്ലാവരെയും കാണും. ബാബ കാണുന്നത് പോലെ എല്ലാവരെയും കാണും. ബാബ സംസാരിക്കുന്നത് പോലെ ഞാനും എല്ലാവരോടും സംസാരിക്കും, ഇടപഴകും. മാസ്റ്റർ ഗോഡ് ഈ സുമാനത്തിൻ്റെ ലഹരിയിൽ മുഴുവൻ ദിവസവും ഇരിക്കാം. മാസ്റ്റർ ഗോഡ് എങ്ങനെയായിരിക്കണം?
ചിന്തനം ചെയ്യൂ, സുമാൻ എഴുതൂ. മാസ്റ്റർ ഗോഡിൻ്റെ ധാരണകൾ എങ്ങനെയായിരിക്കണം മുഴുവൻ ദിവസവും എന്നീ ഹോംവർക്ക് ചെയ്യാം. ഓം ശാന്തി. बाबा तुम कितने अच्छे हो, बाबा तुम कितने प्यारे हो, सच कहते हैं हम एक तुम ही अपनी आँखियों के तारे हो। बाबा तुम कितने अच्छे हो, बाबा तुम कितने प्यारे